ഞാൻ ഇന്നൊരു ജെം സ്യൂട്ടാണ് എടുക്കാൻ പോകുന്നത്, ഒരു കസ്റ്റമറിന്റെ ആണ്. അപ്പൊ നമുക്ക് അതിന്റെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് 56 ഇഞ്ചാണ് വരുന്നത്. മുകൾ പീസ് നീളമാണ് 17 വരുന്നത്. അതിന്റെ കൂടെ ഞാൻ 1 ഇഞ്ച് കൂട്ടിയാണ് എടുക്കുന്നത്. പിന്നെ ഈ 17ന്റെ ആ 17ൽ വണ്ണം വരുന്നത് 35ആണ്. അതിൽ ഞാൻ ലൂസ് കൂട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ പാൻറിന്റെ ലെങ്ത് വരുന്നത് 40 ആണ്. അപ്പോൾ അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അളവുകളാണ് ഞാൻ പറഞ്ഞത്. ഷോൾഡർ 15ആണ്. അപ്പൊ ഈ മുകളിലത്തെ പീസാണ്, അത് സ്ലീവ്ലെസ് ആണ് ചെയ്യുന്നത്. സിപ്പ് വെച്ചിട്ട് സ്ലീവ്ലെസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ ഇതിന്റെ കഴുത്ത് അകലം എടുക്കുന്നത് ഫുൾ ഷോൾഡർ എന്ന് പറയുന്നത് 15 ഇഞ്ചാണ്. അപ്പൊ ഞാൻ ഫുൾ ഷോൾഡർ ആണ് എടുക്കുന്നത് 7.5. കാരണം സ്ലീവ്ലെസ് ആണ്. അപ്പൊ അത് അതുപോലെ കിടക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുക്കുന്നത് കേട്ടോ. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ലീവ്ലെസ് ആണ്, സ്ലീവ് ഒരു ഇത്തിരി വേണമെന്ന് തോന്നുന്നെങ്കിൽ നമുക്ക് കൂടുതൽ എടുക്കാം. 7.5 എന്ന് പറയുന്നത് 8.5 ആക്കാം. കഴുത്തകല ഞാൻ എടുക്കുന്നത് 3 ഇഞ്ചേ എടുക്കുന്നുള്ളൂ. അത് വീനെക്കാണ്. ഫ്രണ്ട് വരുന്നത് വീനെക്കാണ് 7 ഇഞ്ചില്. ഞാൻ ഇങ്ങനെ ഒരു ഷേപ്പിൽ 3 ഇഞ്ചിൽ ഇങ്ങനെ ഷേപ്പിലാണ് വി കൊടുക്കുന്നത്. അത് സ്റ്റിഫിലാണ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാൻ വരച്ചിടുന്ന മാത്രമേ ഉള്ളൂ. ബാക്കിൽ ഞാൻ 2.5 ഇഞ്ചേ എടുക്കുകയുള്ളൂ. 2.5 ഇഞ്ച് ബാക്കിൽ സിപ്പ് കൊടുക്കാനാണ്. പിന്നെ ഞാനൊരു 7.5 എന്ന് പറഞ്ഞിട്ട് എടുത്തേക്കണത് 8 എടുത്തിട്ടുണ്ട്, സ്ലീവ്ലെസ് ആയതുകൊണ്ട് കേട്ടോ. നിങ്ങൾക്ക് അത് വേണം എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ കിമിനോ സ്ലീവ് പോലെ ഇത്തിരി കൂട്ടി വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ആം ഹോള് ഞാൻ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നത് 3/4 ഇഞ്ചാണ്. 3/4 ഇഞ്ച് കൊടുത്തിട്ട് അവിടുന്ന് താഴേക്ക് 6.5 എടുക്കുന്നത് കേട്ടോ. ആം ഹോള് 6.5. ഇതിന്റെ വണ്ണം എന്ന് പറയുന്നത് 44 ആണ്. 35 ആണ് വണ്ണം. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് ഞാൻ എടുക്കുന്നത് 8 ഇഞ്ചാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്കൊക്കെ അത് അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. എപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇഷ്ടപ്പെടൂല. അതുകൊണ്ടാണ് കേട്ടോ. ഇവിടുത്തെ വണ്ണം 17ൽ വണ്ണം വന്നേക്കുന്നതും 35 തന്നെയാണ്. ഇവിടെ നമ്മളൊരു ഷേപ്പ് കൊടുത്ത് വേണം എടുക്കാൻ കേട്ടോ, അല്ലെങ്കിൽ ബാലൻസ് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഒരു 1 ഇഞ്ചോ 1.5 ഇഞ്ചോ ഒക്കെ ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ വണ്ണം വേണമെങ്കിൽ ഷേപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഷേപ്പ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഷേപ്പ് ചെയ്യാതെ തന്നെ നമുക്ക് എടുക്കാം. കാരണം ഇത് ലൂസായിട്ടാണ് വരുന്നത്. നമ്മൾ ബോട്ടം അതുപോലാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ്. ഫ്രണ്ട് വേണമെങ്കിൽ ഇത്തിരി കുഴിച്ചു കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ കുഴിക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോ സ്ലീവ് ഇല്ലാതല്ലേ എടുക്കുന്നത്. എന്നാലും ഫ്രണ്ടിൽ ഒരു ചെറിയ കുഴിവ് നല്ലതാണ്. ഫ്രണ്ട് വേണമെങ്കിൽ നമുക്ക് കുഴിച്ചെടുക്കാം. ഞാനിങ്ങനെ പിന്നെ ബാക്കിൽ സിബ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മള് താഴത്തെ പീസ് കട്ട് ചെയ്യുന്നതാണ്. ഇതിന്റെ ബോട്ടത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 40 ആണ് വരുന്നത്. അപ്പൊ 40 വരുമ്പോൾ ഞാൻ ഇങ്ങനെ ക്രോസ് ആയിട്ട്, അതായത് നല്ല ക്രോസ് അല്ല, ബയസില് വേറൊരു മെത്തേഡിലാണ് എടുത്തേക്കുന്നത്. കണ്ടോ, ഇതിട്ടേക്കുന്നത് അതായത് ഫുൾ ക്രോസ് അല്ല, ഇങ്ങനെയാണ് ഇട്ടേക്കുന്നത്. കണ്ടോ. എന്നിട്ട് ലെങ്ത് നോക്കിയതിന് ശേഷം ഓക്കെ, താഴെ നല്ല ഫ്ലെയറാ വരുന്നത്. നല്ല ഫ്ലെയറിലാണ് എടുക്കുന്നത്. ഇനി അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 40 ആണ്. 2 ഇഞ്ച് തയ്യൽ തുമ്പോടാണ് ഞാൻ എടുക്കുന്നത്. 40 ആണ് വരുന്നത്. കൂടുതൽ ഫ്ലെയർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ കൂടുതൽ ചരിച്ചിട്ട് കൂടുതൽ ഫ്ലെയർ ആക്കി എടുക്കാം. എനിക്ക് ഇത്രയും ഫ്ലെയർ മതി. അതുകൊണ്ട് ഞാൻ അത്രയും ഫ്ലെയർ എടുക്കുന്നുള്ളൂ. അത് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
ഇപ്പോൾ മുകളിലത്തെ വണ്ണം എന്ന് പറയുന്നത് നമ്മൾ മുകളിലത്തെ പീസിൻ്റെ എടുത്ത് അനുസരിച്ച് എടുക്കാം, അല്ലെങ്കിൽ ഇതിന് വേണമെങ്കിൽ ഇത്തിരി ചുരുക്ക് ഇട്ട് കൊടുത്തിട്ടും വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇത് 16 വരുന്നത്. നമുക്ക് 16ൻ്റെ ആവശ്യമില്ല, കാരണം മുകളിൽ നമ്മൾ എടുത്തേക്കുന്നത് 11 ഇഞ്ചാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ അവിടെ ഇവിടെ ഓരോ ചുരുക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം, അതായത് നല്ല ഫ്ലെയറിൽ കിടക്കാൻ വേണ്ടിയിട്ട്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ കറക്റ്റ് മുകളിൽ എത്രയാണോ എടുത്തത് അത് തന്നെ എടുത്താൽ മതി, അല്ലെങ്കിൽ അങ്ങോട്ട് ഓവർ ഇതായി പോവും. ഇത് നേരെ ഇങ്ങനെ കട്ട് ചെയ്താൽ മതി. കണ്ട, നേരെ കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിന്റെ സീറ്റ് എടുക്കുന്നത്, ആസൻ താഴ്ച എടുക്കുന്നത്, അതായത് ക്രോച്ച് ഡെപ്ത് എടുക്കുന്നത് ഇവിടുന്ന് തന്നെയാണ്. ഞാൻ 14 എടുക്കുന്നത് കേട്ടോ. 14 എടുക്കുമ്പോൾ ഒരു ശകലം ഡിസ്റ്റൻസേ ഞാൻ കൊടുക്കുന്നുള്ളൂ. ഇവിടുന്ന് 14 എടുക്കുന്നത്. അപ്പൊ ഞാൻ ഒരു 1.5 ഇഞ്ചിൽ അല്ലെ 2 ഇഞ്ച് നിങ്ങൾക്ക് ഇങ്ങനെ കൊടുത്തിട്ട് അതാണ് ഞാൻ. ഓക്കെ, ഇതിന് നമ്മുടെ കറക്റ്റ് രീതിയിൽ നമുക്ക് ഈ ക്രോച്ച് ഡെപ്ത് ഇതിന് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ടൈറ്റായി പോവും, നമുക്കത് ഇടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതാണ് ഞാൻ ക്രോച്ച് ഡെപ്ത് കൂടുതൽ കൊടുത്തേക്കുന്നത്. 14. ബാക്ക് ഒന്നും ഉയർത്തി വെട്ടിയിട്ടില്ല, ഇതേപോലെ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് തയ്ക്കാനാണെങ്കിൽ സ്വയം അളവെടുത്ത്, അല്ലെങ്കിൽ ആരുടെ ആണെങ്കിൽ അളവ് നമുക്ക് ക്രോച്ചിന്റെ ഡെപ്ത് അളവ് എടുത്തിട്ട്, ഹൈറ്റ് കൂടിയവരാണെങ്കിൽ നമുക്ക് 14 കൊടുക്കണം. അതിന് കൂടുതൽ ഹൈറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ ഫുൾ ക്രോച്ച് ഡെപ്ത് അളന്നിട്ട് നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. വെട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് തയ്ച്ച് നോക്കാം. ഇത് തയ്ച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. നോക്കിയാൽ നിങ്ങൾക്ക് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇടയ്ക്ക് ഞാനൊരു ബാൻഡ് പോലെ വെച്ചിട്ടുണ്ട്, അത് ഞാൻ സ്റ്റിച്ചിങ് കാണിച്ചിട്ടുണ്ടായില്ല. ഒരു പീസ് വെച്ച് അടിച്ച് മറിച്ചേക്കുന്നതാണത്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ഓക്കെ.